പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം. നിൻ രാജ്യമെന്നെന്നും വന്നിടണം. പാരിൽ പരിശുദ്ധൻ 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 നീ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ മഹിമാവെങ്ങും പൂരിതമാം. വാനവരും പിന്നെ മാനവരും പാടും പരിശുദ്ധൻ 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 നീ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം. നിൻ രാജ്യം വന്നിടണം. വാനിലെ പോലെ നിന്നിഷ്ടം മണ്ണിൽ ഭവിച്ചിടേണം. ആവശ്യത്തിനപ്പം നൽകിയിടമെന്നെന്നും പാപേകു ഞങ്ങൾ ക്ഷമിച്ചതുപോൽ ഏതും പരീക്ഷയിൽ പോകാതെയാക്കണം. ദുഷ്ടനിൽ നിന്നങ്ങു കാത്തിടേണം.
എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നെന്നും നിന്നുടേതാണു നൂനം. താതനും പുത്രനും സംശുദ്ധരൂഹായ്ക്കും ആദിമുതൽ എന്നേക്കും സ്തോത്രമാമേ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം. നിൻ രാജ്യമെന്നെന്നും വന്നിടണം. പാരം പരിശുദ്ധൻ 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 നീ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ മഹിമാവെങ്ങും പൂരിതമാ. മാനവരും പിന്നെ മാനവരും പാടും പരിശുദ്ധൻ 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 നീ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ത്രീഹന്മാരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. കർത്താവേ മാമരാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. സ്തുതികൾ പാടിയിടും. ആരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുമ്പിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. പാദനുമതുപോലാത്മജനം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹന ബലവാനും അമർച്ചനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഗുരുവാശ്രമ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തു നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തൻ്റെ മഹത്തായ അഗ്നി കാണിച്ചു.
അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമാക്കി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങളും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. അംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ്ലിയ കോറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭവത്തിൻ്റെ വിശുദ്ധിയിൽ പൂർണ്ണരാകുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ദുഷിച്ചിട്ടില്ല, ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ചു മരിക്കുവാനും ജീവിക്കുവാനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മക്കദോനിയയിൽ ചെന്നപ്പോഴും ഞങ്ങളുടെ ശരീരത്തിന് ഒരു വിശ്രമവുമില്ലായിരുന്നു. എന്നു മാത്രമല്ല, ക്ലേശങ്ങൾ സർവദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയറ്റം വരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ ആഗമനം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. ആഗമനത്തിൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന ആശ്വാസം മൂലവും. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെപ്പറ്റിയും
നിങ്ങളുടെ വിലാപത്തെപ്പറ്റിയും തീക്ഷ്ണതയെക്കുറിച്ചും അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിൽ എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് കുറച്ച് സമയത്തേക്ക് മാത്രമെങ്കിലും ദുഃഖിപ്പിച്ചുവല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം മാനസാന്തരത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾ ഒരു നഷ്ടവും സഹിച്ചിട്ടില്ല. ദൈവഹിതപ്രകാരമായ ദുഃഖം രക്ഷാകരമായ മാനസാന്തരം ജനിപ്പിക്കുന്നു. അതിൽ ഖേദിക്കാൻ അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും പ്രതിവാദ്യവും ധർമ്മരോക്ഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാജ്ഞയുമാണ് നിങ്ങളെല്ലാം ഉളവാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷിതരാണെന്ന് എല്ലാ കാര്യങ്ങളിലും തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിക്കാൻ ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ? ഈശോ മറുപടി പറഞ്ഞു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തിട്ടല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സിലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോൾ അവൻ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ മറുപടി പറഞ്ഞു, ഈശോ എന്നു പേരുള്ള മനുഷ്യൻ ചളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു.
അവർ അവനോട് ചോദിച്ചു, അവൻ എവിടെ? എനിക്കറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ വന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയുടെ ചുണനിറത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രയത്നങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളുമായുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശത്തിനൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേൽദൃശ്യനുമായ ജേക്കബ് മെത്രാനെയും ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവരെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാർക്കൊപ്പം സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളും പ്രതിബന്ധങ്ങളും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാതനുമതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. വൃദ്ധരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാ. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോല ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തനാഥനാമേക ദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ
സത്യദാതനങ്ങിൽ നിന്ന് ആദ്യജാതനാ, സൃഷ്ടിയല്ല പുത്രനാ ഈശോ ദൈവജൻ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണീക സത്തയിൽ, ലോക സൃഷ്ടി പൂർത്തിയായി അങ്ങിലൂടവേ, മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ, മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യ ദൈവസൂനുവേ, മണ്ണിലുദ്ധി മഹത്വപൂർണ ശോഭയിൽ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ, വലതുഭാഗമാർന്നു വാഴ്വുമൈത കാന്തിയിൽ, ഒടുവിലെത്തുമീ മഹിയിൽ അന്നു വിധിയുമായി, സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ, പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ, വിശ്വസിപ്പു പൂർണ്ണമാ ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ, ശ്ലൈഹിക പ്രഭാവമാർന്നു സാർവജനീനം, പാവമോചനം തരുന്നു ജ്ഞാനസ്നാനവും, ഏറ്റു ചൊൽവു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയിർപ്പും നിത്യജീവനും, ഏറ്റു ചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തതാതനാകുമേക ദൈവമേ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെ നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്ഥലത്തിന്റെ നാഥനായ ദൈവം തന്റെ ഭീഷണം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്ത ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരൻ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുവീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ
കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വയുടെ തൃത്വത്തിൻ്റെ അനാദ്യമായ നാമമല്ല ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നി മയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീഥിയിലോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുള്ളവരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാക്കന്മാരുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും മാർ ജോയ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും
അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്നും അങ്ങയുടെ നാമത്തിൽ വരെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, സഹോദരീ സഹോദരങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഉപകാരികൾ, സ്നേഹിതർ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ബലവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ മേൽ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണങ്ങളുടെ അവർണ്ണയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് ഞങ്ങളുടെ പ്രിയപുത്രനായ ശമിശിഹായ അങ്ങ് അയച്ചുവെന്ന് ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നുമെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, എന്നിൽ കനിയണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാമൻ്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു
കനിയണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാവന്റെ അപരാധങ്ങൾ സദയം നാഥാ മറക്കേണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിനാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാ ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനുമതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കണ്ടു ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും വച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും
നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. കുർബാന സ്വീകരണത്തിനായിട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും ഞാൻ കുർബാന നൽകുന്നതായിരിക്കും. ഇടത് സൈഡിലുള്ളവർ ഇടത് സൈഡിൽ നിന്നാൽ മതി. വലത് സൈഡിൽ കൊടുത്തതിന് ശേഷം ഇടത് സൈഡിൽ വന്ന് കുർബാന നൽകുന്നതായിരിക്കും.
പ്രകാശകൻ ഉൾമേടതിൽ ചേർത്തിടണേ പ്രഭാമയ. നല്ലിടയാ നല്ലിടയാ എൻ ജീവനിൽ നീ വാ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ശുദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് അങ്ങേക്ക് സ്തുതി. സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാവരും ഉദ്ധരിക്കുക. നമ്മൾ കൊറോണ വൈറസ് COVID-19 ശേഷം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ട് ഇന്ന് കുർബാന നമ്മൾ പബ്ലിക്കിന് വേണ്ടി ഇവിടെ അർപ്പിക്കുന്നത്. ഇന്ന് മുതൽ അങ്ങോട്ട് സർവീസുകൾ ക്രമപ്രകാരം ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ കുർബാന ഉണ്ടായിരിക്കും. ഇമെയിലിലൂടെ ഏതാനും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഫേസ് മാസ്ക് നിർബന്ധമാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കമ്മ്യൂണിയൻ ഇന്ന് കാണിച്ചതുപോലെ തന്നെ ആയിരിക്കും. 2 സൈഡിലായിട്ട് കമ്മ്യൂണിയൻ നൽകുന്നതായിരിക്കും. ലൈവ് സ്ട്രീം നമ്മൾ നടത്തുന്നതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം അറിയിക്കുവാനായിട്ടുള്ളത്, കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടത് ഈ സൈഡ് ഡോറിൽ കൂടെയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോറിഡോറിലുള്ള സോഷ്യലൈസേഷൻ വർത്തമാനമൊക്കെ ഒന്ന് കുറിക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം അത് ചെറിയൊരു വരാന്തയാണ്. അവിടെ നിന്ന് അധികം സംസാരിച്ച് ആവശ്യമില്ലാതെ ആരും പണി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുർബാന കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവുക. എന്നെ അല്ലെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അത് കഴിഞ്ഞ് അതിലൂടെ റൂമിലേക്ക് കടന്നു വന്നാൽ മതി. മുന്നോട്ടുള്ള എല്ലാ ഞായറാഴ്ചകളിലും അങ്ങനെ തന്നെ ചെയ്യുക. നമ്മുടെ സുരക്ഷ നമ്മൾ ആവശ്യമില്ലാതെ കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പണ്ട് അച്ഛന്മാരൊക്കെ പറയുമായിരുന്നു, എന്തിനാ വെറുതെ കശത്തിക്കൊണ്ടേ തലവെച്ച് കൊടുത്തത് എന്ന്. നമ്മുടെ ബുദ്ധി മോശം കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചോദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി മോശം കൊണ്ടൊന്നും സംഭവിക്കേണ്ട. അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് നമ്മുടെ ഇടയനാകുന്നു. ഒരു മുട്ടുണ്ടാകാനും കർത്താവ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് കോറിഡോറിലുള്ള സോഷ്യലൈസേഷൻ വർത്താനം പറച്ചിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ നിരോധിക്കുകയാണ്. ഇറ്റ് വിൽ ബി പ്രോഹിബിറ്റഡ്. വാർഡ് പ്രയറുകൾ നടക്കുന്നുണ്ട്. മുന്നോട്ടും ഓൺലൈൻ വഴിയുള്ള വാർഡ് പ്രയറുകൾ നടക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. മാസത്തിൽ 1 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാസത്തിൽ 2 ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പരമാവധി ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വെർബലായിട്ടെങ്കിലും നമ്മൾ ഒന്നുചേരുന്നത് വളരെ നന്നായിരിക്കും. പരസ്പരം ഷെയർ ചെയ്യാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ ഫലങ്ങൾ നമുക്ക് ലഭിക്കും. അതിലൂടെ ഒത്തിരി സന്തോഷം ലഭിക്കും. അപ്പോൾ പ്രാർത്ഥനയും അതിനു ശേഷമുള്ള ഒരു സോഷ്യലൈസേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ടെൻഷൻ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്നത് പോലെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പ്രയർ നടത്തുവാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. ചില വാർഡുകളൊക്കെ അവർ വളരെ ഉത്സാഹത്തോടെ ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ആൻഡ് ഇനിയും ഏതെങ്കിലും വാർഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അവരും തുടങ്ങണം. ഒരു വാർഡ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മുന്നോട്ട് അത് തുടങ്ങണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വാർഡ് പ്രയറുകൾ, കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് എപ്പോഴും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വളരെ സഹായിക്കും. അതുകൊണ്ട് അത് മുടങ്ങാതെ നടത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് വാർഡ് പ്രസിഡൻറ്റുമാർ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ചെറിയൊരു സർക്കുലറുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം സൺഡേ കളക്ഷൻ്റെ കാര്യവും രൂപതയ്ക്കുള്ള വിധത്തിൻ്റെ കാര്യമൊക്കെയാണ്. അതുകൊണ്ട് നമുക്കറിയാം കൊറോണയാണ്, കോവിഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലിരുന്നാണ് കുർബാന കാണുന്നതെന്ന് പറയുമ്പോഴും അച്ഛന് ഇവിടെ നിന്ന് കുർബാന ചെല്ലുന്നുണ്ടല്ലോ. അതുകൊണ്ട് ന്യായമായിട്ടും സൺഡേ കളക്ഷന് പള്ളിക്ക് കൊടുക്കുവാനുള്ള ബാധ്യത എല്ലാ ഇടവക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് കുർബാനയ്ക്ക് മുടക്കമൊന്നും വന്നിട്ടില്ല ഇതുവരെ. കുർബാനകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് കാണുകയാണെങ്കിലും പള്ളിയിൽ വരികയാണെങ്കിലും പള്ളിക്കുള്ള വിഹിതം അത് ദൈവത്തിനുള്ള വിഹിതമാണ് അല്ലേ. 2 ചെറുതൊട്ട് ഇട്ട വിധവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, അവളെല്ലാം ഇട്ടു. അപ്പോൾ എന്തിടുന്നു എന്നുള്ളതല്ല, ഇടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ അത് ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അതുപോലെ തന്നെ മന്ത്ലി കോൺട്രിബ്യൂഷനും
നമുക്ക് വലിയ മുടക്കൂടാതെ വരുന്നുണ്ട്. അത് മുടങ്ങാതെ തന്നെ മുന്നോട്ട് പോകട്ടെ. ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പം അധികം പൈസ കൊണ്ടൊന്ന് കൈ കൊടുക്കാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ട്രസ്റ്റിമാർ തരും, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആരെങ്കിലും അറിയത്തില്ല എങ്കിൽ ജസ്റ്റ് ആസ്ക്, യു വിൽ പ്രൊവൈഡ് ദാറ്റ്. അതോടൊപ്പം തന്നെ ഈ പാൻഡമിക് കാലഘട്ടത്തിൽ ഇനി മുന്നോട്ടുള്ള കുർബാനകളിൽ ലേഖനം എപ്പിസോഡ് വായിക്കുന്നത് ഓൾട്ടർ സെർവൻസ് ആയിരിക്കും. അത് നമുക്കറിയാം. നമ്മൾ പരമാവധി പുസ്തകങ്ങളിലൂടെയുള്ള ടച്ച് മൂലമുള്ള പരക്കൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് കുർബാന പുസ്തകം എടുത്ത് മാറ്റിയിരിക്കുന്നതും. അതുകൊണ്ടാണ് കുർബാന പുസ്തകം എടുത്ത് മാറ്റി കളഞ്ഞിട്ടൊന്നുമില്ല, പുറകെ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അത് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാം. തിരിച്ച് യു ഹാവ് ടു ബ്രിങ് ഇറ്റ് എവറി സാറ്റർഡേ. വെൻ യു കം ഫോർ മാസ് യു ഹാവ് ടു ബ്രിങ് ഇറ്റ്. ഓരോ ദിവസവും ഓരോന്നെടുത്തുകൊണ്ട് പോകല്ലോ, ഒരെണ്ണം എടുക്കുക, അത് കൊണ്ടുവരിക എല്ലാവരും. അതുകൊണ്ട് ഇനി അത് മുന്നോട്ട് ഇതൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഓരോന്ന് പേഴ്സണലായിട്ട് കരുതുക. അന്ന് കുർബാനയ്ക്ക് വരുമ്പോൾ അതൊരു ഭാരമായിട്ട് കണക്കാക്കാതെ അതൊരു ത്യാഗമായിട്ട് കാണുക. നമ്മൾ ഇതുവരെ നമ്പർ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ, ഇത്രയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് കൂടുതൽ ആയിട്ട് വരുമ്പോൾ നമ്മുടെ പള്ളിയുടെ പരിധിക്ക് പുറത്തേക്ക് വരുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ വി വിൽ ബ്രിങ് ദ റെസ്ട്രിക്ഷൻ. സോ ഫാർ ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പുറമേ അറിയിക്കുന്നതായിരിക്കും. പിതാവിൻ്റെ ഒരു സർക്കുലർ ഉള്ളത്, ദ ടൈം ഓഫ് ദ പ്രസൻറ്റ് പാരിഷ് കൗൺസിൽ എക്സ്റ്റെൻഡഡ് റിഗാർഡിംഗ് ദ സെലക്ഷൻ ഓഫ് ദ ന്യൂ പാരിഷ് കൗൺസിൽ ആൻഡ് കൈക്കാരൻസ്. Due to COVID-19 special situation, the Curia is pleased to extend the term of the present Parish Council, Kaikarans and Pastoral Council just for one more year. We will conduct the Parish Council and Kaikarans selection towards the end of the year 2021. Since our parishes and missions are not fully functioning with the full participation of our faithful in our liturgy and catechism, let us maintain the status quo of our parish council and Kaikarans for one more year. അതോടൊപ്പം തന്നെ financial support to parish and diocese. As we all are aware that our income for the parish and diocese is the collection taken at the Sunday Holy Kurbana. Since we do not have the regular Sunday liturgy, please see that our parishes are financially supported by our faithful. The diocesan support also is solicited from the parish and faithful. Dear friends, this is a very tough time for any kind of social gatherings and church celebrations. Let us cooperate with the officials regarding the guidelines on COVID-19. Much more, let us pray intensely for the mercy of God to overcome this pandemic and to build our faith to keep our communal relationships. May the grace of the Lord be with us. Mar Jacob Angadiath, Bishop. പിതാവ് സൂചിപ്പിച്ചതുപോലെ രൂപതയ്ക്കാണേലും ഇടവകയ്ക്കാണേലും ഇടവകയുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ കാര്യത്തിൽ നിങ്ങൾ നൽകുന്ന സംഭാവനകളാണ്. അതുകൊണ്ട് അത് മറക്കാതെ നൽകുവാനായിട്ട് പരിശ്രമിക്കുക. ബിഷപ്പ് അപ്പീലിൻ്റെ കവറുകൾ ഈ അടുത്ത മാസം തന്നെ അയക്കുമെന്ന് പ്രൊക്രേറ്റർ അച്ഛൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അയക്കുമ്പോൾ ഒരു പക്ഷേ വീടുകളിലേക്ക് അയക്കുന്ന സംവിധാനം നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീടുകളിൽ അത് പൂഴ്ത്തി വയ്ക്കാതെ തിരിച്ച് ഡയോസിസിന് അയക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അറിയിച്ചിരുന്നത് പോലെ തന്നെ ഓഗസ്റ്റ് 13 തേഴ്സ്ഡേ ഞാൻ ഉരുളാണ്ടോ പള്ളിയിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് കുർബാന തുടരാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവനനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി മിശിഹായി സുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായി ദിവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു.
വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവാമിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയിപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. ആമേൻ. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയെ സ്തുതി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരത്വത്തിന്റെ മാന്യമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകമാറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും പരത്തിനത്തിൽ സൗഭാഗ്യമായി ഭവിക്കട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യ വിദ്യാർത്ഥികളെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ വിയാനെ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവിൻ്റെ പാട്ടിന് ശേഷം ചെറിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് കൈക്കാരന്മാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല.
Just after 2-3 minutes, we will start the meeting. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം, അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോട് ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയ പൈതലാക്കണേ, ഇനിയെന്നും നിന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനിയെന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. ക്രൂശിൻ കീഴെ ഞാൻ തളർന്നിരുന്നപ്പോ നെഞ്ചോടു ചേർത്തതും അമ്മയല്ലേ, ക്രൂശിൻ കീഴെ ഞാൻ തളർന്നിരുന്നപ്പോ നെഞ്ചോടു ചേർത്തതും അമ്മയല്ലേ. എന്നും അവനൊപ്പം കൂടെയിരിക്കാം, ക്രൂശിതൻ തന്നൊരു സ്നേഹമല്ലേ, ആ സ്നേഹമാണെന്റെ അമ്മ. അമ്മേ മരിയേ എൻ കണ്ണിനുള്ളിൽ എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഹൃദയം തകർന്നൊരു അമ്മയല്ലേ, പൊന്മകനെ നൽകിയ ത്യാഗമല്ലേ. ഹൃദയം തകർന്നൊരു അമ്മയല്ലേ, പൊന്നെ നൽകിയ ത്യാഗമല്ലേ. എന്നും അവനൊപ്പം കൂടിയിരിക്കാൻ ജപമണിമാലകൾ പൂർണ്ണയായി. ആ സ്നേഹമാണെൻ്റെ അമ്മ, അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോ പ്രിയനായി മാറ്റണേ.
സ്നേഹമാകണേ. ഇനിയെന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ